ഇന്നത്തെ നമ്മുടെ ഒരു പസിൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഡോട്ട്സ്. ഇങ്ങനെ ഈ പ്രകാരം നിങ്ങൾ ഡോട്ട്സ് അറേഞ്ച് ചെയ്യുക. നിങ്ങൾ ഒരു ബുക്കിലോ അല്ലെങ്കിൽ ഒരു സ്ലേറ്റിലോ എങ്ങനെയായാലും ഈ ഒരു പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യണം, ഡോട്ട്സ് അറേഞ്ച് ചെയ്യുക. നമുക്ക് ഈ ഡോട്ട്സ് എല്ലാം ജോയിൻ ചെയ്യിക്കണം. പക്ഷേ ഓവർലാപ്പിങ് പാടില്ല. ഒന്നിൻ്റെ മുകളിൽ നമുക്ക് വരയ്ക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഇങ്ങനെ വരച്ചു. ഇപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം എന്താണ്, നമുക്കിവിടെ രണ്ടെണ്ണം ബാലൻസ് ഒന്നും ഇത് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ വീണ്ടും നമ്മൾ വേറെ പാറ്റേൺ വെച്ചു. അപ്പോൾ നമുക്ക് പക്ഷേ എല്ലാ ഡോട്ട്സും ടച്ച് ചെയ്യുകയും വേണം. ഒന്നിൻ്റെ മുകളിൽ കൂടെ ഓവർലാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ തിങ്കിങ്ങും അതുപോലെ തന്നെ ലോജിക്കൽ പവർ എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഇത് ക്രിയേറ്റീവ് തിങ്കിങ് ആണ്. നിങ്ങളുടെ കുട്ടികളുടെ ഇൻ്റലിജൻസും ലോജിക്കൽ പവറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ തന്നെ ചെയ്ത് കാണിക്കുന്നതാണ്. ഓക്കെ, ഇതെങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താലാണ് നമുക്ക് ഈ ഒരു പാറ്റേൺ കിട്ടുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ ലോജിക്കൽ പവറും തിങ്കിങ് പവറും അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ട് തിങ്കിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഇത് ചെയ്ത് തീർക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോ ഒക്കെ. അപ്പോൾ നമുക്കിത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഈസ് ഇവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തി. ദെൻ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഡയമണ്ട് ഷേപ്പ് വരച്ചു. ഈ ഡയമണ്ട് ഷേപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, സൈഡിലേക്ക് മാറി സൈഡ് ട്രയാങ്കിൾസ് മേക്ക് ചെയ്തു. ഓക്കെ, ഈ ഒരു പാറ്റേണിലാണ് ജോയിൻ ചെയ്യണം. ഓക്കെ, താങ്ക് യു.